എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സംഘപുത്രന്മാരെ, നമ്മുടെ എല്ലാം പൊന്നോമനയായ വക്കീലില്ലേ, ശങ്കരൻകുട്ടി വക്കീല്, ആ വക്കീലിനെ നമ്മുടെ അൻസാരി ഉസ്താദ് എന്തെല്ലോ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ട്. ആ ഉസ്താദിന് നേരെ ആഞ്ഞടിക്കാൻ വേണ്ടി എന്നത്തെയും പോലെ എന്നെ ചുമതലപ്പെടുത്തിയ വിവരം ഞാൻ സന്തോഷം അറിയിക്കുന്നു. എന്റെ ആ പരാജയ വീതികളിലേക്ക് ഓരോ ചാണക പുഷ്പങ്ങളും അർപ്പിക്കാൻ ഞാൻ എന്റെ സംഘപുത്രന്മാരോട് സവിനയം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ശങ്കരൻ വക്കീലിന് വേണ്ടാത്തത് പറഞ്ഞ ഉസ്താദിന് നേരെ ഞാൻ ആഞ്ഞടി തുടങ്ങിയാണ്. വാ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ. ആ നിസ്കാരത്തിന് തൊപ്പിധരിക്കാൻ തലകളിലൊന്നും കാണൂല. എവരിബഡി, നിസ്കാരത്തിന് തൊപ്പിധരിക്കാൻ തലകളിലൊന്നും കാണൂല. ബാക്കി പാട്. അയ്യയ്യേ, ഉസ്താദിന്റെ പാട്ട് ശരിയില്ല. പാട്ട് മത്സരത്തിൽ നമ്മളെ ശങ്കരൻ വക്കീൽ ജയിച്ചു. കാരണം ശങ്കരൻ വക്കീൽ പാടിയ പാട്ടിനുണ്ടല്ല, അർത്ഥങ്ങളുണ്ട്, കവിതയുണ്ട്, സാഹിത്യമുണ്ട്. ഉസ്താദിന് നമ്മളെ ശങ്കരൻ വക്കീലിനെ മനസ്സിലായില്ല. ഉസ്താദ് ശങ്കരൻ വക്കീലിന്റെ ആ വരികൾ ഒന്നുകൂടി കേട്ടോ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ. വാ, എന്താ വരികൾ! വയലാറിനെ കൊണ്ട് എഴുതാൻ പറ്റുമോ ഇതുപോലുള്ള വരികൾ? അരിയും മലരും നമ്മൾ ശങ്കരൻ വക്കീലിന്റെ തലക്ക് വെക്കും, കുന്തിരിക്കം നമ്മൾ ശങ്കരൻ വക്കീലിന്റെ മൂട്ടിൽ പോയിക്കും. ആ മൂട്ടിലൂടെ പുക പോയി ശങ്കരൻ വക്കീലിന്റെ വായിലൂടെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ശങ്കരൻ വക്കീലിന്റെ മനസ്സിലുള്ള അഴുക്കങ്ങ് പോണം. ഉസ്താദ് പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മളെ ശങ്കരൻ വക്കീലുണ്ടല്ല, സകലകലാവല്ലഭനാണ്, സകലകലാവല്ലഭൻ. ഉസ്താദിനെ കൊണ്ടാകുമോ അതുപോലെ സകലകലാവല്ലഭനാകാൻ വേണ്ടിട്ട് നമ്മൾ ഈ ശങ്കരൻ കുട്ടി വക്കീലിനുണ്ടല്ല, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കാണാൻ പറ്റും, കോൺഗ്രസ്സുകാരനായിട്ട് കാണാൻ പറ്റും, ഇപ്പോഴാണെങ്കിൽ മൊത്തം സംഘിയായിട്ട് കാണാൻ പറ്റും. അതായത് നരനായും നായിയായും നായിക്കാട്ടമായും ഇപ്പൊ ശങ്കരൻ വക്കീൽ ജീവിക്കുകയാണ്. സുഹൃത്തുക്കളെ, ജീവിക്കുകയാണ്. നമ്മുടെ കുട്ടിശങ്കരൻ, നമ്മുടെ സംഘികളുടെ മാത്രം കുട്ടിശങ്കരാ. ഉസ്താദിന്റെ അടുത്ത ജലപ്പന്നങ്ങളിലേക്ക് നമുക്ക് അടക്കാം. പാട്ട് വരുന്നില്ലേ? ആ ജയശങ്കർ വക്കീലിന് പാടാൻ അറിയത്തില്ലെങ്കിൽ പാടാൻ അറിയുന്നവരെ കൊണ്ട് നമുക്ക് പഠിക്കാം. ആ പാടട്ടെ, പാട്ട് വരട്ടെ. അതിപ്പോ കുട്ടികളല്ലേ ഉസ്താദെ, വരികൾ തെറ്റിപ്പോയതാണ്. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ പാടില്ല ഉസ്താദെ. ഉസ്താദ് അതങ്ങ് വിട്ടേക്ക്. പിന്നെ കേന്ദ്രം ഭരിക്കുന്നതും നമ്മളല്ലേ ഉസ്താദെ. അപ്പൊ നമ്മൾ ആ വിവരമില്ലായ്മ കാണിക്കൂലേ? വിവരമില്ലായ്മ ഒരു കുറ്റമല്ല ഉസ്താദെ, അതിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല. അത് ഉസ്താദ് മനസ്സിലാക്കിയ ഉസ്താദിന് നല്ലത്. അല്ലെങ്കിൽ ഉസ്താദെ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഈടി വരും. ഉസ്താദ് മനസ്സിലായിക്കോ. നമുക്ക് ഉസ്താദിന്റെ അടുത്ത ഡയലോഗിലേക്ക് പോകാം. വാ. നമ്മുടെ ഇന്നത്തെ അതിഥിയായ പ്രശസ്ത ഗായകൻ ശങ്കരൻ വക്കീലിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒരു ഗാനം സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശങ്കരൻ വക്കീൽ ജനിച്ച് ഇക്കാലം അത്രയും കാത് മുളച്ചിട്ട് കേട്ടിട്ടില്ലാത്തൊരു ഗാനം അദ്ദേഹത്തിന് കേൾപ്പിക്കണമെന്നാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗാനം ഇവിടെ കേൾപ്പിക്കുകയാണ്. 5 നേരം നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണൂല എന്ന ഏറ്റവും രസാവഹമായ വരികളുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് കേൾപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ഇവിടെ നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച ശങ്കരൻ വക്കീലിന് എല്ലാ നന്ദിയും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു. അയ്യയ്യേ ഉസ്താദെ തെറ്റുപറ്റി. പള്ളികളൊന്നും കാണൂല, നിസ്കരിക്കാനല്ല. ആ പേട്ടാവളിന്ന് തെറ്റിപ്പോയതാണ്. കുംഭസിരിക്കാൻ പള്ളികളൊന്നും കാണൂല. ഉസ്താദിന്റെ ടീമിനെ അല്ല, മറ്റേ ടീമിനെ നമ്മൾ ഉദ്ദേശിച്ച ഉസ്താദെ സംഘികളാ. നമ്മൾ സംഘികൾക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള കാര്യം ഉസ്താദിന് അറിയില്ലേ? നോക്കി വായിച്ചപ്പോ തന്നെ ഇമ്മാരി തെറ്റാണ്. പിന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ മുസ്ലിം വിരോധം ഇടക്കിടക്ക് ഇങ്ങനെ തികട്ടി വരില്ല ഉസ്താദെ. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് മറ്റേ ടീമിനെയാണ് ഉസ്താദെ, മറ്റേ ടീമിനാ. ഉസ്താദെ ശങ്കരൻ വക്കീലിനോട് എന്നോട് ഉസ്താദ് തോറ്റ് തൂറിക്കൊണ്ടിരിക്കുന്നു. അത് ഉസ്താദ് മനസ്സിലായിക്കോ. നമുക്ക് വീണ്ടും ഉസ്താദിന്റെ ഡയലോഗിലേക്ക് പോകാം. വാ. പ്രിയപ്പെട്ട ശങ്കരൻ വക്കീലെ, വാളയാർ സുനിലിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉപജീവന മാർഗമാക്കി നിങ്ങൾ വാങ്ങി പോക്കറ്റ് വെക്കുക. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക. പക്ഷേ നിങ്ങൾ നേടിയെടുത്ത ബിരുദ കൂമ്പാരങ്ങളുണ്ടല്ലോ, അതിനോട് മുഴുവനായിട്ട് വേണ്ട, ഒരല്പമെങ്കിലും നീതി, ഒരല്പമെങ്കിലും. ഒന്നാമത് നിങ്ങൾ പാടിയ ആ മുദ്രാവാക്യമുണ്ടല്ലോ, അരിയും മലരും, 100% തെറ്റാണെന്ന് പറയാൻ ഞാൻ സന്നദ്ധനാണ്. ഞാനെന്നല്ല, മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പറയും, അത്തരം പ്രകോപനപരമായ തെറ്റിദ്ധരിക്കപ്പെടുന്ന മുദ്രാവാക്യം വിളിക്കരുത് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഒരിക്കലും ഉസ്താദ് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ തെറ്റ് സമ്മതിക്കാൻ പാടില്ല. തെറ്റ് സമ്മതിച്ചാൽ നമ്മളെങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മളെങ്ങനെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കും ഉസ്താദെ. ഉസ്താദ് ചാണകക്കൊള്ളി കൊണ്ടാണ് തലചോറിയുന്നത് ഉസ്താദെ. നാറും. പക്ഷേ
രണ്ടാമതും മൂന്നാമതും ഞാൻ കേൾപ്പിച്ച മുദ്രാവാക്യം തെറ്റാണെന്ന് പറയാൻ ഒരാൺകുട്ടി ഇവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഈ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലെന്ന്. നിങ്ങൾക്ക് വാടയാർ റസൂലിൽ തയ്പ്പിച്ചെന്ന ആ നിക്കറുണ്ടല്ലോ തിരിച്ചു കൊടുക്കേണ്ടി വരും. മുമ്പൊക്കെ ഞങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ്. ഇന്ത്യ വിഷൻ ചാനലൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ പല പരിപാടിയൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു, നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ചിലർക്കൊക്കെ സംഭവിച്ചതുപോലെ ഒരു ഹിതകരമായ അവസ്ഥയിലേക്ക് നിങ്ങളും എത്തി. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഏത് രൂപത്തിൽ ആരെ തടവി സോപ്പിട്ട് ജീവിക്കണമെന്നുള്ള എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഭയവും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ പൂട്ടും, നമുക്ക് 100% ഉറപ്പാണ്. സത്യം പറയുന്നവനെ ഞാൻ ഒരു കാര്യവും എൻ്റെ വാ കൊണ്ട് വെറുതെ പറയില്ല, വിത്ത് എവിഡൻസ്. നിങ്ങളിപ്പോൾ പ്രൂഫ് കാണിച്ചിട്ടാണല്ലോ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഈ മുദ്രാവാക്യം പ്രകോപനമല്ലേ? ആദ്യത്തെ മുദ്രാവാക്യം പ്രകോപനമാണ് എങ്കിൽ രണ്ടാമത്തും മൂന്നാമത്തെ മുദ്രാവാക്യം എന്തുകൊണ്ട് പ്രകോപനമല്ല? എന്തുകൊണ്ട് തെറ്റാകുന്നില്ല? എന്തുകൊണ്ട് ശരികേടാകുന്നില്ല? എന്തുകൊണ്ട് അത് ഛിദ്രതയാകുന്നില്ല? അല്ല ഉസ്താദ്, നിങ്ങൾക്ക് വിവരവും ബുദ്ധിയില്ലേ? അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെ സംഘികൾ നമുക്കിടെ പൈസ തരുമോ? നമ്മളെ ശങ്കരം വക്കീലിന്റെ അണ്ണാക്കിലേക്ക് എങ്ങനെ പോകും? അതുകൊണ്ട് നമ്മളെ ശങ്കരം വക്കീൽ ഒരു കാര്യം ആദ്യമേ ഉറപ്പിച്ചതാണ്, സംഘികളെ പൊക്കി പറയാൻ മാത്രമേ വായി തുറക്കുള്ളൂ. എന്നിട്ട് ആ വായ കൊണ്ട് ചാണകം ഒരു മടിയുമില്ലാതെ നമ്മളെ ശങ്കരം വക്കീൽ നക്കി മൂഞ്ചു. ശങ്കരം വക്കീലിന് പൈസയും തിന്നാൻ ചാണകം അത് മാത്രമേ ഉണ്ടു. ദീപസ്തംഭം മഹാശ്ചര്യം, ശങ്കരം വക്കീലിനും കിട്ടണം പണം. നമുക്ക് വീണ്ടും ഉസ്താദിലേക്ക് പോകാം, വാ. അപ്പൊ ജീവിക്കുന്ന കാലം അത്രയും അന്തസ്സോടുകൂടി സത്യം പറഞ്ഞ് ദൃഢതയോടുകൂടി താൻ പറയുന്ന നീതി ആണ് എന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തോട് ആ സത്യം പറയുകയും തെറ്റാണെങ്കിൽ അത് തിരുത്താൻ സന്നദ്ധമാവുകയും ചെയ്യും. അതാണ് ആണത്വം. അല്ലാതെ ആരെങ്കിലും ഒരാളുടെ പിണു കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാല് നക്കി ഉള്ള ജീവിതം അത് വിദ്യാഭ്യാസം ഉള്ള ഒരുത്തനും നല്ലതല്ല, ഭൂഷണമല്ല. അതുകൊണ്ട് ജയശങ്കർ വക്കീലിനോട് ആദ്യത്തെ തെറ്റാണെങ്കിൽ, ആ പാട്ട് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടും കൂടെ പാടി നിങ്ങൾ അത് തെറ്റാണെന്ന് പറയണം. അപ്പോഴാണ് നിങ്ങൾ ഒരു സമഭാവനയുള്ള മതേതരത്വ സ്വഭാവമുള്ള മതേതരവാദിയായി ഞങ്ങൾക്കൊക്കെ ഗണിക്കാൻ പറ്റും. അല്ലാത്ത കാലത്തോളം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കി വാടയാർ സുനിലിന്റെ പണം പറ്റുന്ന കേവലം ഒരു മാംസമുക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉസ്താദിന്റെ വായിൽ നമ്മളെ ശങ്കരം വക്കീലിനെ കുറിച്ച് ഇത്രയും മോശമായ വാക്കുകൾ പ്രതീക്ഷിച്ചില്ല. ഉസ്താദെ, ശങ്കരം വക്കീൽ പൊട്ടിക്കരയുകയാണ്. നമ്മുടെ ശങ്കരം വക്കീലിന്റെ മനസ്സിലുള്ള ആ തൃണമുൽ പുല്ലുകളെല്ലാം ഉസ്താദ് തിരിച്ചറിഞ്ഞല്ലോ. പിന്നെ ഉസ്താദ് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്, കാല് പിടിച്ച് ജീവിക്കൽ. നമ്മളെ ശങ്കരം വക്കീൽ ഒരാളുടെയും കാല് പിടിക്കൂല, ഇപ്പോൾ ഷൂ നക്കി ജീവിക്കലാണ്. അദ്ദേഹത്തോട് ചാണകങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഷൂ നക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സംഘികൾക്ക് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളുടെ ശങ്കരം വക്കീൽ നമ്മുടെ ശങ്കരൻകുട്ടി ഷൂ നക്കി അവസാനം വരെ, ജീവിതാവസാനം വരെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉസ്താദെ, ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ശങ്കരൻകുട്ടി വക്കീലിന്റെ അധീരമായ മുദ്രാവാക്യം കൂടി കേട്ടോളൂ. ധീരന്മാർ ഒരു തവണയോ മരിക്കൂ, പക്ഷെ നമ്മളെ ശങ്കരൻകുട്ടി വക്കീലിനെ പോലുള്ളവർ ഓരോ നിമിഷവും തൂറി മരിക്കും. അതാണ് നമ്മുടെ ശങ്കരൻകുട്ടി വക്കീലിന്റെ മുദ്രാവാക്യം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ശങ്കരൻകുട്ടി വക്കീലിന്റെ സുലാൻ.